ഇടുക്കി മാൻകുത്തിമേട്ടിലെ വനാനി കാരവാൻ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ പോക്കുവരവ് റദ്ദു ചെയ്യാൻ നിർദ്ദേശം. നടപടി വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ കരമടവും മുടങ്ങി. കോടതി ഉത്തരവ് നിലനിൽക്കെ റവന്യൂ വകുപ്പ് അന്വേഷണവും തുടരുന്നതിനിടയിലും കാരവാൻ പാർക്കിന്റെ പ്രവർത്തനം തകൃതിയായി നടക്കുന്നു. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി തുറന്നു പ്രവർത്തിക്കരുതെന്നും പ്രവർത്തിച്ചാൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന ഹൈക്കോടതിയുടെ താക്കീതിനും പുല്ലുവില കൽപ്പിച്ചാണ് റവന്യൂ വകുപ്പ് 2 തവണ പൂട്ടി സീൽ ചെയ്ത കാരവാൻ പാർക്ക് ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുന്നത്. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചിരിക്കുന്നതിനു പുറമെ ബാക്കിയുള്ള ഭൂമിയുടെ പട്ടയം വ്യാജമായി ചമച്ചതാണ് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണവും നടക്കുകയാണ്. പഞ്ചായത്തിൽ നിന്നോ റവന്യൂ വകുപ്പിൽ നിന്നോ ഒരുവിധ അനുമതിയും നിലവിലില്ല. എന്നിട്ടും പാർക്കിന്റെ പ്രവർത്തനം തകൃതിയായി നടക്കുന്നു. കോടതിയലക്ഷ്യ നടപടികൾക്ക് കേസെടുക്കേണ്ട പോലീസാകട്ടെ ഇത് കണ്ടഭാവം നടിക്കുന്നില്ല. ചതുരംഗപ്പാറ വില്ലേജിൽ ഡിജിറ്റൽ സർവേ നടക്കുമ്പോൾ ഭൂമി സർവേയിൽ ഉൾപ്പെടുത്തുവാനും നീക്കം നടന്നിരുന്നു. എന്നാൽ ഇത് വിവാദമായതോടെ സർവേയിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ ഭൂമിയുടെ കരമടവും മുടങ്ങി. ഇതോടൊപ്പമാണിപ്പോൾ പോക്കുവരവ് റദ്ദു ചെയ്യുവാനും ഉത്തരവായിരിക്കുന്നത്. സജീവ് സെബാസ്റ്റ്യൻ എന്ന വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ വേണ്ട രേഖകൾ പരിശോധിക്കാതെ തെറ്റായ സർവേ നമ്പറിൽ ഭൂമി പോക്കുവരവ് ചെയ്തുവെന്നാണ് കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ വില്ലേജ് ഓഫീസർക്കെതിരെ വകുപ്പ് തല നടപടിക്കും വിജിലൻസ് റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. വിജിലൻസ് ഡയറക്ടർക്കും ഞാൻ പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മധ്യമേഖല വിജിലൻസ് ഡയറക്ടറുടെ അന്വേഷണത്തിൽ കൃത്യമായി അന്വേഷണം നടത്തുകയും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വില്ലേജ് ഓഫീസർക്ക് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതിലും മറ്റു കാര്യങ്ങളിലും ഇതിൻ്റെ പോക്കുവരവ് നടത്തുകയും വില്ലേജ് ഓഫീസർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിനെതിരെ വകുപ്പ് തല നടപടികൾ സ്വീകരിക്കണമെന്നും അതുപോലെ തന്നെ കാരവാൻ പാർക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയുടെ ഉടമസ്ഥന്റെ പേരിലുള്ള പോക്കുവരവ് റദ്ദു ചെയ്യണമെന്നും ആയതിനു വേണ്ടിയിട്ട് ഇടുക്കി ജില്ലാ ദേവികുളം സബ് കളക്ടറെ ചുമതലപ്പെടുത്തണമെന്നും ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് ബഹുമാനപ്പെട്ട കേരള റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. വിജിലൻസ് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോക്കുവരവ് റദ്ദു ചെയ്യുന്നതിന് ദേവികുളം സബ് കളക്ടറെ ചുമതലപ്പെടുത്തുന്നതിന് ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും നിർദ്ദേശം നൽകി. പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ മുൻ ആധാരത്തിലെയും നിലവിലെ ആധാരത്തിലെയും സർവേ നമ്പറുകൾ തെറ്റാണെന്ന് കളക്ടർ നടത്തിയ പരിശോധനയിലും കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് കോടതി വിഷയത്തിൽ ഇടപെടുകയും പ്രവർത്തനവും നിർമ്മാണവും തടയുകയും ചെയ്തത്. ഇതിനു പിന്നാലെ ഹർജിക്കാരനെ സ്വാധീനിച്ച ഇയാൾ ഹർജി പിൻവലിപ്പിച്ചെങ്കിലും കോടതി ഉത്തരവ് നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നതാണ്. എന്നാൽ ഇതിനെയെല്ലാം മറികടന്നാണ് ഇപ്പോഴും പാർക്കിന്റെ പ്രവർത്തനം തകൃതിയായി നടക്കുന്നത്. സിറ്റി വിഷൻ ഉടുമ്പൻചോല.